ഇപ്പോൾ ഒരു ഹിന്ദി പാട്ട് നമ്മളൊരു മലയാളി പാടുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ബോംബെയിൽ പഠിച്ച മലയാളികളാണ് തോന്നുന്നു അല്ലേ ആ പാട്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ. അതെ അതെ, ഹിന്ദി പാട്ടുകളൊക്കെ പാടുന്നത് ഹിന്ദിയിൽ നിന്നുള്ള ഗായകർ വന്ന് മലയാളത്തിൽ പാടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഉച്ചാരണ പിഴകളും വൈകല്യങ്ങളും ഒക്കെ നമ്മൾ അതിനെ ഒരു സ്റ്റൈലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷെ നമ്മുടെ ആളുകൾ പോയിട്ട് ഹിന്ദിയിലും തമിഴിലൊക്കെ പാടുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം വിമർശിക്കുന്ന മലയാളിയാണ്. അതെ അതെ അതെ, ഞാൻ ചോദിച്ചു വന്നത്. അതെപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സ്വാർത്ഥത മലയാളിക്കുണ്ട്. മലയാളിക്കുണ്ട്. മലയാളികൾ പൊതുവെ ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കന്മാരാണ്. ലോകത്തെവിടെ ചെന്നാലും അവരുടെ ഭാഷ മലയാളം പറയുന്ന പോലെ തന്നെ ഹിന്ദിയും തമിഴൊക്കെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ തന്നെ എനിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ ചില തമിഴ് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മലയാളി ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ അവർ പറയും അതിനകത്തുള്ള കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ മലയാളികൾക്ക് അങ്ങനെ ഭാഷ പെട്ടെന്ന് വഴങ്ങും. മറ്റുള്ള ഭാഷയിലുള്ളവർക്ക് ഇപ്പോൾ ലതാജി അല്ലെങ്കിൽ മുഹമ്മദ് റഫി സാബിനെ പോലെയുള്ള അത്രയും ലെജൻഡറി പാട്ടുകാർ പോലും മലയാളത്തിൽ അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അവർ പാടാതിരുന്നത്. അവരെ സമീപിച്ച സംഗീത സംവിധായകരോട് നമ്മുടെ ഭാഷയോടുള്ള ബഹുമാനം കൊണ്ടാണ് അവർ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ആളുകൾ അതിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക, അതിനൊരു ചലഞ്ചായിട്ട് എടുത്തു. യേശുദാസ് സാറാണെങ്കിലും ചിത്ര ചേച്ചിയൊക്കെ ആണെങ്കിലും അവിടെ പോയിട്ട് ഞാനത് ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ അവരത് കീഴടക്കി. അത് കീഴടക്കിയെന്ന് ഞാൻ പറയാൻ കാര്യം, അവർക്ക് ഹിന്ദിയിൽ പാടിയതിന് രണ്ടുപേർക്കും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കീഴടക്കൽ തന്നെയല്ലേ.